ഗ്രാമങ്ങൾക്ക് പഞ്ചായത്ത് എന്നാൽ കയ്യെത്തും ദൂരത്തുള്ള സർക്കാരാണ്. തദ്ദേശമായുള്ള പ്രശ്നങ്ങൾ അറിയുന്നത് അവിടുത്തെ ജനങ്ങൾ മാത്രമാണല്ലോ. അപ്പോൾ അവിടുത്തെ വികസനങ്ങൾ ക്രമീകരിക്കുവാൻ അവിടെയുള്ളവർക്ക് മാത്രമാണ് കഴിയുന്നത്. റോഡുകൾ, കുടിവെള്ളം, ആരോഗ്യ പരിപാലന യജ്ഞങ്ങൾ, സ്കൂൾ, അംഗൻവാടി, വൈദ്യുതി വിളക്കുകൾ, ക്ഷേമ പദ്ധതികൾ, ശുചീകരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ വിഷയങ്ങളിൽ പദ്ധതി ആവിഷ്കരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. അതായത് ജനങ്ങളുടെ പ്രാഥമികമായ എല്ലാ ആവശ്യങ്ങളും സൗകര്യപ്രദമായി നിറവേറുന്നുണ്ട് എന്ന് ഉറപ്പാക്കേണ്ടത് പഞ്ചായത്താണ്. കേന്ദ്ര സർക്കാർ പദ്ധതികളും സംസ്ഥാന സർക്കാർ പദ്ധതികളും ഓരോ മേഖലയിലെ നടപ്പാക്കാനുള്ള ചുമതലയും പഞ്ചായത്തിനാണ്. ജൽ ജീവൻ മിഷൻ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ്. എന്നാൽ അതൊരു പഞ്ചായത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് നടപ്പാക്കേണ്ട ഉത്തരവാദിത്തം ഈ സ്ഥാപനത്തിനാണ്. നമ്മൾ ഹൈവേകളിലൂടെയുള്ള യാത്രയെ കുറിച്ചൊക്കെ പറയും. എന്നാൽ നിത്യജീവിതത്തിൽ നാം ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമീണ മേഖലയിലെ റോഡുകളും കലുങ്കുകളും സ്കൂളുകൾക്കരികിലെ ഹമ്പുകളും LED വിളക്കുകളും ബസ് വെയിറ്റിംഗ് ഷെഡുകളും എല്ലാം പഞ്ചായത്താണ് നിർമ്മിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും ദൂരം പരന്നു കിടക്കുന്നത് ഹൈവേകളാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. എന്നാൽ അത് ഗ്രാമീണ റോഡുകളാണ്. ഗ്രാമീണ റോഡുകളും നാഷണൽ ഹൈവേയും കൂടാതെ പലതരം റോഡുകളുണ്ട്. ജില്ലാ റോഡുകൾ, സംസ്ഥാന റോഡുകൾ. ജില്ലാ ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതാണ് ജില്ലാ റോഡുകൾ. സംസ്ഥാന ആസ്ഥാനവുമായി ബന്ധിപ്പിക്കുന്നതാണ് സംസ്ഥാന റോഡുകൾ. ഇതിൽ തന്നെ PWD ഏറ്റെടുത്ത് പണിയുന്ന റോഡുകളാണ് PWD റോഡുകൾ. നിങ്ങളുടെ വീടിന് മുന്നിൽ ഉള്ള റോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എങ്കിൽ കമന്റിലൂടെ അത് പങ്കുവെക്കുക. നാം ഉപയോഗിക്കുന്ന റോഡുകൾ കുഴികളില്ലാതെ സ്മൂത്ത് ആയിരുന്നാൽ നമ്മുടെ ജീവിതം തന്നെ സ്മൂത്ത് ആകും. കുട്ടികൾക്ക് സമയത്ത് സ്കൂളിൽ എത്തുവാൻ കഴിയും, വേഗത്തിൽ ജോലി സ്ഥലത്ത് എത്തുവാൻ കഴിയും, അടിയന്തര സാഹചര്യങ്ങളിൽ ആംബുലൻസിൽ, ഹോസ്പിറ്റലിലും ഫയർഫോഴ്സിന് സംഭവ സ്ഥലത്തും വേഗത്തിൽ എത്തുവാൻ കഴിയും. മാലിന്യ സംസ്കരണം ഉയർന്നു വരുന്ന മറ്റൊരു വലിയ പ്രശ്നമാണ്. വീടുകളിൽ നിന്ന് പാഴ്വസ്തുക്കൾ ശേഖരിക്കാനും ഡ്രൈ ആയിട്ടുള്ളതും വെറ്റ് ആയിട്ടുള്ളതുമായ മാലിന്യങ്ങൾ വേർതിരിക്കുവാനും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സെപ്പറേറ്റ് ആയി ശേഖരിക്കുവാനും കമ്പോസ്റ്റ് ബിന്നുകളും പൈപ്പ് കമ്പോസ്റ്റുകളും പ്രോത്സാഹിപ്പിക്കുവാനും പൊതു ശൗചാലയങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുവാനും അവബോധ യജ്ഞങ്ങൾ നടത്തുവാനുമുള്ള ഉത്തരവാദിത്വം ഈ സ്ഥാപനത്തിനാണ്. എവിടെയും മാലിന്യങ്ങൾ ചിതറിക്കിടക്കാതെ വൃത്തിയായി ഒരു പഞ്ചായത്ത് ഉണ്ടെങ്കിലേ ഡെങ്കിപ്പനി, ടൈഫോയിഡ്, വൈറൽ പനികൾ മുതലായ രോഗങ്ങളെ അകറ്റി നിർത്തുവാൻ കഴിയുകയുള്ളൂ.